രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണ്? അപ്പം അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ പുതിയ ആരോപണവുമായി വന്നിട്ടുണ്ട്. നമുക്കറിയാം ലക്ഷ്മിപ്രിയ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുമെന്നുള്ളത്. എന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയ ഇപ്പം അമ്മയിൽ നിന്നൊക്കെ രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കേണ്ട അവസ്ഥയൊക്കെ നമുക്കറിയാം. അവസാനം രാജിവെപ്പിച്ചതാണ് ലക്ഷ്മിപ്രിയക്കെതിരെയും അമ്മ ഭരണസമിതിയിലെ പലർക്കെതിരെയും അവിടുത്തെ അംഗങ്ങൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രാജിവെക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ അതിന്റെ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൻസിബയാണല്ലോ ഇതിനെല്ലാം കാരണം. എന്നാൽ അൻസിബയെ കുരുക്കിയിട്ടേ ഉള്ള കാര്യം ഞങ്ങളെല്ലാം പറയും, ആയി വരുന്നതൊക്കെ ഞങ്ങൾ പറയുന്നുള്ള രീതിയിലാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ കേൾപ്പിച്ച വോയിസ് ഇപ്പോൾ നിങ്ങളൊന്ന് കേട്ട് കാണും. അതിനകത്ത് പറയുന്നുണ്ട്, ഞാനും അൻസിബയും കൂടി 2 മണി വരെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. 3 മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഞാൻ വെളിയിൽ വന്ന് വണ്ടിയിൽ കയറാൻ നേരത്ത് ആരോ വന്ന് അൻസിബയുടെ വാതിലിൽ മുട്ടി ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ വണ്ടിയിൽ കയറാൻ പോയ ആള്, താഴെ വണ്ടിയിൽ കയറാൻ പോയ ആള് എങ്ങനെ അൻസിബയുടെ റൂമിൽ ഒരാൾ കൊട്ടുന്നത് കണ്ടു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അപ്പം എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് വെച്ചാൽ എന്തും പറയാം. എന്തായാലും ഇനി അൻസിബയ്ക്കെതിരെ ആയിരിക്കും ഇവരുടെ എല്ലാം ഒളിയമ്പുകൾ. കാരണം മറ്റൊന്നുമല്ല, ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അൻസിബ ചെയ്തു വെച്ചത്. വെച്ചാൽ അൻസിബ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പലരും അൻസിബയുടെ കൂടെ നിന്നു, അനുഭവമുള്ളവർ കൂടെ നിന്നു. പക്ഷേ ലക്ഷ്മിപ്രിയയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്മിപ്രിയ നമുക്കറിയാം ലക്ഷ്മിപ്രിയ പറഞ്ഞത് അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അൻസിബ മാത്രമല്ല, അവിടെ അത് പലരും പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. വിവരമുള്ളവരെല്ലാം പറഞ്ഞിരുന്നു, അമ്മ എന്ന സംഘടനയിലേക്ക് ഇങ്ങനെയുള്ള ജാതി മത ചിന്തകളൊന്നും കൊണ്ടുവരണ്ട, നമ്മളെല്ലാം ഒന്നാണ്. ഇത് ഒരു അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു അമ്പലത്തിന്റെ പേരിൽ പരിപാടി നടത്തിയാൽ പിന്നെ പള്ളിയുടെ പേരിൽ നടത്തണം. ഇതൊക്കെ ന്യായമായ കാര്യമായിരുന്നു അൻസിബ അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇത് നമ്മുടെ സംഗനിക്കുട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇനി അൻസിബയെ താറടിച്ച് കാണിച്ചിട്ടേ ഉള്ള കാര്യം ഉള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. അപ്പോൾ വന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി അൻസിബ വാതിൽ തുറന്നു കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, എന്തുകൊണ്ട് വെളിയിൽ വണ്ടിയിൽ കയറാൻ പോയ ആള് എങ്ങനെ കണ്ടു അൻസിബയുടെ റൂമിൽ ഒരാൾ ഉള്ളതും അൻസിബയുടെ റൂമിൽ ഒരാൾ വന്ന് കൊട്ടുന്നു എന്ന് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നിഷ്കളങ്കതയോടുകൂടി വന്ന് റൂം തുറന്നത് എങ്ങനെ കണ്ടു? അപ്പം എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയ കയറിപ്പോയി കാണും അൻസിബയെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ജനിച്ചു വന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയിൽ വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അപ്പോഴേ അറിയാം ഇതെല്ലാം കള്ളത്തരമാണ് എന്നുള്ളത്. ആ നിഷ്കളങ്കത എന്ന് അവർ ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം. ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം അൻസിബയെ കൊടുക്കാനുള്ള ഒരു കുരുക്ക് മാത്രമായിട്ടാണ് അവരിട്ടത്. പക്ഷെ കുരുങ്ങിപ്പോകുന്നത് മൊത്തവും ഇവരാണ്, ഈ ലക്ഷ്മിപ്രിയയെ പോലുള്ള ആൾക്കാരാണ്. നമുക്കറിയാം ടിനി ടോമിന്റെ വിഷയത്തിലാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. ടിനി ടോം ഒരു വർഗീയത പറഞ്ഞു, അല്ലെങ്കിൽ ടിനി ടോം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അൻസിബ പറഞ്ഞ കേസുകെട്ടിലാണ് ഇപ്പൊ ലക്ഷ്മിപ്രിയയും എല്ലാവരും കുരുങ്ങിപ്പോയത്. എന്തായാലും ഇനി അൻസിബയ്ക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും പണികൾ മാത്രമായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ, ഇത് കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഏകദേശം ആൾക്കാർ, ഞാൻ നോക്കിയതിൽ ഒരു 80% ആൾക്കാരും അൻസിബയ്ക്ക് സപ്പോർട്ടാണ്. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് അൻസിബ വെള്ളമടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ലക്ഷ്മിപ്രിയ തന്നെ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് അൻസിബയ്ക്ക് വെള്ളമടിക്കുന്നുണ്ട്, അൻസിബയ്ക്ക് ഞാൻ വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂടെ ഇരുന്നുകൊണ്ട് അടിച്ചത് ലക്ഷ്മിപ്രിയ ആയിരിക്കും. ഇത് ലക്ഷ്മിപ്രിയ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബർ ഇട്ട വീഡിയോ ആണ്. അപ്പം അതിന് ഒരു കൗണ്ടറായിട്ടാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അൻസിബയെ കുറിച്ച് ഇതുവരെയും ഇങ്ങനെ ഒരു അലിഗേഷന്, ഈ പറയുന്ന അലിഗേഷൻസോ ഒന്നും മറ്റൊരു താരവും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. സിനിമ ഫീൽഡിലുള്ളവർ പോലും ഇത്രയും വർഷമായിട്ടോ അൻസിബ ആ ഫീൽഡിലുണ്ട്, അൻസിബയെ കുറിച്ച് ആരും ഇങ്ങനെയുള്ള ഒരു മോശമായ കാര്യം പറഞ്ഞതായിട്ട് ഓർമ്മയില്ല, അല്ലെങ്കിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മനസ്സിലായതാണ്. ലക്ഷ്മിപ്രിയയുടെ രാഷ്ട്രീയം എന്താണ്, ലക്ഷ്മിപ്രിയയുടെ മനസ്സിലിരിപ്പ് എന്താണ്, ലക്ഷ്മിപ്രിയ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മൊത്തവും
ഈ പറയുന്ന ലക്ഷ്മി പ്രിയയ്ക്ക് എതിര് തന്നെയാണ്. പിന്നെ കുറച്ചു പേര് ലക്ഷ്മി പ്രിയക്ക് സപ്പോർട്ട് ചെയ്യും. അതാ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അൻസിബയുടെ പിന്നെ സംസാരത്തിൽ അൻസിബയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പൊതുസമൂഹം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന 2 വാക്കുകളാണ്. അൻസിബ യൂഷ്വൽ ആണ്. നമ്മളൊക്കെ അൺയൂഷ്വൽ പദങ്ങളായിട്ട് വെക്കുന്ന 2 വാക്കുകൾ അൻസിബ വളരെ യൂഷ്വൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അവിഹിതം എന്ന പദം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും. അവിഹിതം പറഞ്ഞു, അവിഹിതം ചേർത്ത് പറഞ്ഞു എന്ന് പറയും. നമ്മളൊക്കെ നിത്യജീവിതം. അപ്പൊ ഈ അവിഹിതത്തിന് വേറെ എന്തെങ്കിലും വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അവിഹിതം നടന്നിട്ടുണ്ടെങ്കിൽ അവിഹിതം എന്നല്ലേ അതിന് പറയുന്നത്, അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി എന്നൊക്കെയാണോ ആരെങ്കിലും പറഞ്ഞു? ഇനിയിപ്പോ പറയണോ പുണ്യപ്രവൃത്തി എന്ന് പറയണം? അവിഹിതം മാറ്റിയിട്ട് അവിടെ ഒരു പുണ്യപ്രവൃത്തി നടന്നു, അല്ലെ ഈ ഒരാൾ ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി നടത്തി എന്ന് അവിഹിതത്തെ മാറ്റി പുണ്യപ്രവൃത്തി എന്നാക്കണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അവിഹിതത്തെ നമ്മളെല്ലാവരും അവിഹിതം എന്ന് തന്നെ പറയത്തുള്ളൂ. പിന്നെ അവിഹിതത്തെ വേറെ രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം, അതിപ്പോ ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ലക്ഷ്മി പ്രിയയ്ക്ക് അൻസിബ പറയുന്ന വാക്കുകളിലാണ് ഇപ്പൊ വിഷയം. അവിഹിതത്തെ പിന്നെ അൻസിബ അവിഹിതമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം. ഒരിടത്തും ഉപയോഗിക്കാത്തൊരു പദമാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അത്ര ഒരു കാര്യം പറയട്ടെ. അടുത്തത് ഹരാസ്മെന്റ്. ഈ ഹരാസ്മെന്റ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൻസിബ ഉദ്ദേശിക്കുന്ന ഹരാസ്മെന്റ് എന്ന് പറയുന്നത് വളരെ പീഡനം ഏൽപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. ഹരാസ്മെന്റിന് പറയേണ്ടത് വളരെ പീഡനം അനുഭവിച്ചു എന്നുള്ളതല്ലേ പറയേണ്ടത്? ഹരാസ്മെന്റ് ആണെന്നാണോ പറയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈ ഹരാസ്മെന്റിന് പല അർത്ഥങ്ങളുണ്ട്. എന്നെ ഒരാൾ ഹരാസ് ചെയ്യുന്നു, എന്നെ ഒരാൾ നിരന്തരം ഉപദ്രവിക്കുന്നു, അതിനെ ഒരു ഹരാസ്മെന്റ് ആയിട്ട് കാണാം. അതിനെ ഹരാസ്മെന്റ് ആയിട്ട് തന്നെ അയാൾ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നെ ഒരാൾ നിരന്തരം ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നു, അല്ലെങ്കിൽ എന്നെ നേരിട്ട് കാണുമ്പോൾ അസഭ്യം പറയുന്നു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഇതെല്ലാം ഹരാസ്മെന്റിൽ പെടുന്നതാണ്. ഒരാളെ പിന്തുടർന്ന് ആക്രമിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക എന്നൊക്കെ ഉള്ളതും ഹരാസ്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് അൻസിബ ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ ഇനി വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് ഇനി അതിനെ വേറെ രീതിയിലാക്കണോ? ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. ഈ പറയുന്ന ലക്ഷ്മി പ്രിയ തന്നെ പറയുന്നുണ്ട്, വളരെ പീഡനം ഏൽപ്പിച്ചു എന്നേ പറയാവൂ, അത് ഹരാസ്മെന്റ് എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എത്രമാത്രം ബോധമുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. ഇത് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അൻസിബയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. അൻസിബയെ എങ്ങനെയെങ്കിലും കുരുക്കണം, അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, അമ്മ എന്ന സംഘടനയ്ക്ക് 8ന്റെ പണി കൊടുത്തിട്ടല്ലോ അൻസിബ മാറിയത്. എന്തായാലും അൻസിബയ്ക്ക് ഇവരെന്തായാലും ചുമ്മാ ഇരിക്കത്തില്ല. അൻസിബയ്ക്ക് ഇപ്പൊ രഹസ്യമായിട്ടാലും പരസ്യമായിട്ടാണെങ്കിലും ഇവരെല്ലാം പണിഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. പക്ഷെ അൻസിബയുടെ ക്യാരക്ടർ വെച്ചിട്ട് അൻസിബയ്ക്ക് ഇത് വിട്ടുകൊടുക്കുന്ന ആളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അൻസിബ അവസാനം വരെ പൊരുതുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആയിക്കോട്ടെ, ഈ അൻസിബ വെള്ളം അടിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അൻസിബ മദ്യം കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ബില്ല് കൊടുത്തത് ഞാനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ലക്ഷ്മി പ്രിയ. അതിനിപ്പോ എന്താ? അൻസിബ മദ്യം കഴിച്ചു, ഇവിടെ കേരള സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പൊ വീഡിയോ ചെയ്യുന്ന എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം? നമുക്കൊരു കണ്ടന്റ് അത്രേ ഉള്ളൂ. ഇപ്പൊ അൻസിബ മദ്യപിച്ചു എന്ന് പറയുന്നു, ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. അൻസിബ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആരോപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ലക്ഷ്മി പ്രിയ അവിടെ മദ്യപിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നേരത്തെ, ഒരു യൂട്യൂബർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, മദ്യപിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ് അതിൻ്റെ അകത്ത് വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ അത് വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 10 പേര് അറിഞ്ഞു ഇതുപോലെ ലക്ഷ്മി പ്രിയ മദ്യപിക്കും എന്നുള്ളത്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല, ഞാൻ മദ്യപിക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ അൻസിബ. ഇപ്പൊ അൻസിബ മദ്യപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിവിടെ ഒന്നും സംഭവിക്കാനില്ല. അൻസിബയുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അൻസിബ മദ്യപിച്ചു കാണും. എന്തായാലും ഇതിന് മറുപടി പറയേണ്ടത് ഇനി അൻസിബയാണ്, ഇനി മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അൻസിബയെന്നല്ല, സിനിമാ ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും മദ്യപിക്കാറൊക്കെ ഉണ്ട്. അത് പെണ്ണും ആണും എല്ലാം മദ്യപിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. എന്തായാലും ഇതിനുള്ള മറുപടി അൻസിബയാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ലക്ഷ്മി പ്രിയ മദ്യപിച്ചാലും അൻസിബ മദ്യപിച്ചാലും ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. പിന്നെ അവർ പബ്ലിക്കിൽ വന്ന് എന്തെങ്കിലും മദ്യപിച്ചതിന് ശേഷം പബ്ലിക്കിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ എവിടെയെങ്കിലും പോയി ആരെങ്കിലും വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോയി വണ്ടി ഇടിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഇത് ചർച്ചകളിലേക്കൊക്കെ വരുന്നത്. അല്ലാതെ ഇവർ എവിടെയെങ്കിലും പോയിരുന്ന് മദ്യപിക്കുകയോ കാര്യം പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ആരും ചോദിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് എല്ലാവരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും അൻസിബയെ കുറിച്ച് ഇതുവരെയും ഇങ്ങനെ ആരും ഒരു അലിഗേഷൻസ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ലക്ഷ്മി പ്രിയയാണ് ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഒരുപാട് വിശ്വസിക്കാനും കഴിയില്ല. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ഇപ്പോൾ രാജിവെച്ചതിലുണ്ടായ ഫ്രസ്ട്രേഷൻ. ഇതിനൊക്കെ തന്നെ ഒരു ഉത്തരം നമ്മൾ ലക്ഷ്മി പ്രിയ തന്നെ ഒരു ഇന്റർവ്യൂവില് ഒരു മീഡിയയ്ക്ക് മുന്നിൽ ലക്ഷ്മി പ്രിയ തന്നെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ അൻസിബയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ലക്ഷ്മി പ്രിയയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളും അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. ആവേശം കണ്ടില്ലേ ആ പറയുമ്പം?
അപ്പൊ ഞാൻ ഇതിനകത്ത് പറയാൻ വന്നത്, അവരെല്ലാം മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് തന്നെ നിങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു അജണ്ടയിലാണ് ഇപ്പോൾ അൻസിബയ്ക്കെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഇതിനൊന്നും തെളിവില്ല കേട്ടോ. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊന്നും തെളിവില്ല. അൻസിബ ഒരു ആരോപണം പറഞ്ഞപ്പോൾ അതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടിരുന്നു. നീന കുറുപ്പ്, അതുപോലെ ഉഷ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്കും ഇങ്ങനെയുള്ള സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. പക്ഷെ ലക്ഷ്മിപ്രിയ പറയുന്നതിനൊന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും വരുന്നതായിട്ട് നമുക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാത്തിനും തെളിവുകൾ വേണമല്ലോ, അല്ലെങ്കിൽ കേട്ട ഒരാൾ വേണം, കണ്ട ഒരാൾ വേണം. ഞാൻ കണ്ടു, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വാസയോഗ്യമാകും? ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആരോപിതനായ ഒരാൾ പറയാതെ അതിന്റെ കൂടെയുള്ള ഒരാൾ പറയുന്നതായിരിക്കും നമ്മൾ കൂടുതലും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും എന്തെങ്കിലും ഒന്ന് കാണും എന്ന് നമ്മൾ പറയും. പക്ഷെ ഇതിൽ ലക്ഷ്മിപ്രിയ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരുന്നില്ല. ലക്ഷ്മിപ്രിയ തന്നെ ചാനലുകാരെ വിളിക്കുന്നു, ഓരോ ദിവസവും ഓരോന്ന് പറയുന്നു. അത് ഞാൻ കണ്ടു, ഞാൻ ചെയ്തു, ഞാനാണ് ഇതിനെല്ലാം തെളിവ് എന്ന് പറയുന്നു. അറിയില്ല. അപ്പൊ എന്തായാലും തെളിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ എടുത്ത് വെളിയിലിട്ടെ. എന്തായാലും ഇപ്പൊ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അവിഹിത ആരോപണമുണ്ട്, അതുപോലെ തന്നെ മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിനൊന്നും തെളിവുകൾ നിരത്തിയിട്ടില്ല. എന്തായാലും നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അമ്മയിൽ നിന്ന് അടിച്ചിറക്കിയതിൻ്റെ, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് രാജിവെപ്പിച്ചതിൻ്റെ, രാജിവെക്കേണ്ടി വന്നതിൻ്റെ, ഇവരാരും കയറി പോകുന്നവരെ രാജിവെക്കുമെന്ന് വിചാരിച്ച് കാണത്തില്ല. അകത്ത് പോയി കഴിഞ്ഞപ്പോൾ പ്രശ്നം രൂക്ഷമായപ്പോൾ രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ അമ്മ മൊത്തത്തിൽ പിരിച്ചുവിട്ടു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിട്ടാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. ഞാൻ ലക്ഷ്മിപ്രിയയെ പറ്റി ഒരു വ്ളോഗർ ഞാൻ പറഞ്ഞില്ലേ ഇട്ടിരുന്നു എന്ന് പറഞ്ഞില്ല, ഒരു യൂട്യൂബർ ഇട്ടിരുന്ന വീഡിയോയിൽ ഇങ്ങനെ ആയിരുന്നു: മദ്യപിച്ച് ലെക്ക് കെട്ടി ലക്ഷ്മിപ്രിയ, ഗുണ്ടായുസവും പിടിപാടും, യൂട്യൂബ് വ്ളോഗർക്ക് മറുപടിയുമായി നടി. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഇതിന് മറുപടിയായിട്ട് ലക്ഷ്മിപ്രിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്: എന്നെക്കുറിച്ച് എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് കണ്ടതുപോലെ, എനിക്ക് കള്ള ഒഴിച്ച് തന്നതുപോലെ പോസ്റ്റ് ഇടുമ്പോൾ ഞാനും ഒരു പരസ്യം കൊടുക്കണമല്ലോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ വ്ളോഗർ അങ്ങനെ വീഡിയോ ചെയ്തപ്പം നീ എൻ്റെ വീട്ടിൽ വന്ന് ഇതെല്ലാം കണ്ടതാണല്ലോ, നീ ആയിരുന്നല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചത് എന്നുള്ള രീതിയിലൊക്കെ, എനിക്ക് കള്ളൊഴിച്ച് തന്നത് നീ ആണല്ലോ, അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാനും ഒരു പരസ്യം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അന്ന് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ നേരെ ഉൾട്ടയാണ് ഇവിടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും, ഞാനാണ് ബില്ല് കൊടുത്തത്, ഞാനാണ് ഉണ്ടായിരുന്നത്, ഞാനാണ് ബില്ല് കൊടുത്തത് എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ തെളിവ്. പക്ഷെ മറ്റൊരാളില്ല ഇതിനൊന്നും തെളിവായിട്ട്. ഇതെല്ലാം ആരോപണം മാത്രമാണ്, പക്ഷെ തെളിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലക്ഷ്മിപ്രിയയുടെ വീഡിയോസിന് താഴെ, ലക്ഷ്മിപ്രിയയുടേതായ വീഡിയോകൾ വരുന്നതിനെല്ലാം താഴെ കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. അപ്പം കുറച്ച് കമന്റുകൾ ഞാനിവിടെ വായിക്കാം. ഒരു നമ്പരും ജയിക്കാതെ വന്നപ്പോൾ സദാചാരം പറഞ്ഞ് ജയിക്കാനുള്ള അടവ്. ഓടുതള്ളേ, കാലം മാറി, അവളുടെ കാശിന് അവൾ മദ്യപിക്കും, അവൾക്ക് ഇഷ്ടമുള്ളവരെ മുറിയിൽ കയറ്റും, നിനക്ക് എന്താന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മൊത്തവും ലക്ഷ്മിപ്രിയയ്ക്ക് എതിരാണ്. അൻസിബ ശകലം കുടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നീ ആദ്യം മര്യാദയ്ക്ക് ജീവിക്കെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ പെണ്ണുപിള്ളയ്ക്ക് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന നേരെ അക്ഷയയിൽ പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കാൻ ക്യൂ നിന്നുകൂടെ എന്ന് വെച്ചാൽ ഒരു പാർട്ടിയിലേക്ക് പോവുകയും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനും പോയപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് അറിഞ്ഞത്. ആ സമയത്താണ് പിന്നെ വേറെ ആളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. എന്തായിക്കോട്ടെ, ഇതിനൊക്കെ പുറകെ നടക്കുന്ന സമയം കൊണ്ടുപോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനാണ് ഈ പറയുന്നത്. വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ശവനാറികളെക്കാൾ എത്രയോ നല്ലതാണ് അല്പം മദ്യം കഴിക്കുന്നവർ. അവരെല്ലാം ഈ പറയുന്ന അൻസിബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതലും അൻസിബയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ടൊന്നും വലുതായിട്ട് വരുന്നില്ല. എല്ലാം അൻസിബയ്ക്ക് അനുകൂലമായിട്ടാണ് സപ്പോർട്ട് വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ആവേശം കൊണ്ട് തിളച്ചു മറിയുന്നത് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അൻസിബ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് പറയേണ്ട രീതിയിൽ, അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അൻസിബ അവിടെ പറയാറ്. അതുകൊണ്ട് എന്താണ്, അൻസിബ പറയുന്നത് എല്ലാവർക്കും വൃത്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളും അൻസിബ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ലക്ഷ്മിപ്രിയ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, തെളിവുകളില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെയോ ആരോപണങ്ങൾ പടച്ചു വിടുന്നു. ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.